ഗൈസ് സിമ്പിളായിട്ട് നമുക്ക് ഫേസിലെ ബ്രൈറ്റ്നസ് വരുത്താൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നന്നായിട്ട് സ്കിന്ന് നല്ല രീതിയിൽ ഒറ്റ വാഷിൽ തന്നെ നന്നായിട്ട് ബ്രൈറ്റ്നസ് ആക്കിയത് നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരു ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു ഫേസ് പാക്ക് തന്നെയാണ്. കുറേ നാളുകൂടി യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഭയങ്കര എഫക്റ്റ് അല്ല ഇതെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ 29K ആയിരിക്കുകയാണ്. അപ്പോൾ 13Kയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന കോഫി പൗഡറാണ്. കോഫി പൗഡർ ഈ ഒരു പാക്കറ്റിന് 5 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് ഈ ഒരു കോഫി പൗഡർ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ 1 സ്പൂണാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടാൻ റിമൂവലിനും നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കുന്നതിനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് സ്കിന്നിന് പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റ്നസ് വരുത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു മുട്ടായി മിട്ടി യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഇനി ഞാനിവിടെ ചേർക്കുന്നത് പീനട്ട് പൊടിച്ചതാണ്. ഇത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്കിയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ 1 സ്പൂണൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, ഒരു 1/4 ഭാഗമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പീനട്ട് ഉള്ളിൽ കഴിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഫേസ് പാക്കിലൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നന്നായിട്ടിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രബ് പോലെ തോന്നാം. നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താൽ മാത്രമേ ആ ഒരു സ്ക്രബ് അല്ലാതെ നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവനും വെള്ളമായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, നമ്മൾ ഇനി ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. റൈസ് പൗഡറാണ്. റൈസ് പൗഡർ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇത് മുഴുവനും കൂടി എടുത്ത് കമത്തി കൊടുക്കരുത്. കുറച്ച് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂസും ആയി പോകരുത്, എന്നാൽ തിക്കും ആയി പോകരുത്. അതിൻ്റെ ഒരു ഇടയിൽ തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ അബ്സോർബ് ചെയ്യാൻ ഉള്ള ടൈം കിട്ടുള്ളൂ. അതല്ല നമ്മൾ തിക്കായിട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അത് ഉണങ്ങി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൂസും ആവരുത്, കട്ടിയും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസി വേണം ഇത് നിലനിൽക്കാൻ. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതിലെന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും. എന്തായാലും അതുകൊണ്ട് പറയുകയാണ്, വേണമെങ്കിൽ റൈസ് പൗഡർ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ബാക്കിയൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. മുൾട്ടാനി മിട്ടിക്ക് പകരമൊന്നും മുൾട്ടാനി മിട്ടിക്ക് പകരമായിട്ടൊന്നും ആവില്ല. അതേപോലെ തന്നെ കോഫി പൗഡർ ആണെങ്കിൽ കോഫി പൗഡറിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഗൈസ്, ഇതിന് മുന്നേ കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഒരു പാക്ക് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ മുഖത്തൊരു പിമ്പിൾസ് വന്നു. ആ പാക്കൊന്നും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. കാരണം അത് പിമ്പിൾസ് വന്നതുകൊണ്ട് ഓൾറെഡി പിമ്പിൾസ് വന്ന് എനിക്ക് മനസ്സിലായി അത് വർക്കാവില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ തന്നെ ഫേസിലാണ് ഇതെല്ലാം എക്സ്പെരിമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ പിമ്പിൾസൊക്കെ എനിക്ക് വരാത്തതാണ്. പിമ്പിൾസ് നോർമലി എനിക്ക് വരാത്തതാണ്. എന്നിട്ട് പോലും പിമ്പിൾസ് വന്നത് അത് കൊള്ളാത്തതുകൊണ്ട് ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഏതോ ഒരാളുടെ വീഡിയോ, അത് ഞാൻ പറയുന്നില്ല, അത് മോശമാണല്ലോ. നമ്മുടെ മറ്റൊരാളുടെ പേര് ഇങ്ങനെ എടുത്ത് പറയുന്ന മോശമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വന്നതുകൊണ്ട് ഞാൻ ആ പാക്ക് വീഡിയോ ആയിട്ട് ഇട്ടില്ല. അപ്പോൾ ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഹാഫ് ഡ്രൈ ആണ് ആയിട്ടുള്ളത്, ഫുൾ ഡ്രൈ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഫേസിലേക്ക് ചെറുതായിട്ടൊരു നനവുണ്ടാവുന്നത് വരെയാണ് വെയിറ്റ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്കിന്നിൽ അങ്ങ് അബ്സോർബ് ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാതെയാണ് വാഷ് ചെയ്ത് കളയാനുള്ളത്. പിന്നെ വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ
ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഇമാതിരി ഒന്നും വാഷ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലാതെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. ഇനി ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ 4 ദിവസം 3 ദിവസം യൂസ് ചെയ്താൽ മതി. കോഫി പൗഡറാണ്, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 4 അല്ലെങ്കിൽ 3 ദിവസം മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ വൈകിട്ട് സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം രാവിലെയൊക്കെ പുറത്തൊക്കെ രാവിലെ അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ സൺസ്ക്രീൻ ഇട്ടിട്ടുള്ളവർക്ക് പ്രശ്നമില്ല. സൺസ്ക്രീൻ ഇടാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതൊന്നും പിന്നെയും കറുപ്പാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കോഫി പൗഡർ, അതുപോലെ മുൾട്ടാണി മിട്ടി, മഞ്ഞൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സൺസ്ക്രീന് മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ള നിറത്തിൽ നിന്നും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതുപോലുള്ള റിസൾട്ട് നിങ്ങൾക്കും കിട്ടുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ അല്ലേ, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഡൗട്ടുള്ള കമൻറ്റ്സ് അതുപോലെ നല്ല കമൻറ്റ്സിനൊക്കെ റിപ്ലൈ തരുള്ളൂ, അല്ലാത്ത കമൻറ്റ്സിന് റിപ്ലൈ തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പിന്നെന്താ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.